എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു എഥനോൾ സ്റ്റോക്കിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിലെ മാർക്കറ്റിൻ്റെ ഏകദേശം 60-65% എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കമ്പനിയുടെ പേര് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിയുടെ പേര് പ്രാജ് ഇൻഡസ്ട്രി. 508 രൂപയാണ് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. അതായത് കമ്പനി പ്രോസസ് ആൻഡ് പ്രൊജക്റ്റ് എഞ്ചിനീയറിംഗ് എന്ന ഒറ്റ വിഭാഗത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനം. അതായത് സൊല്യൂഷൻസ്, ബയോ എനർജി, ബ്ലൂവറി പ്ലാന്റുകൾ, മലിനീകരണ സംസ്കരണങ്ങൾ, ബയോ പ്രൊഡക്റ്റ് എന്നിവയിലാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കമ്പനിക്ക് ഇപ്പോൾ ഈ കമ്പനി നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ട് നോക്കുന്നു, അതായത് എന്താണ് ഇപ്പോൾ ഇതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാരണം. ഏത് കമ്പനി ആയാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ടൈമുണ്ട്. ആ ടൈം അതായത് ഒന്നിലെ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് നടക്കുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ കമ്പനി വിലയെ പ്രതിഫലിക്കുന്നതോ അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് കൂടിയതോ അല്ല ക്വാർട്ടറിൽ പ്രോഫിറ്റ് വർധനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ടൈം തൊട്ടിട്ട് ഒരു വളർച്ചാ സാധ്യത കമ്പനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ കമ്പനിയുടെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ നിർബന്ധിത CNG CBG മിശ്രണ തീരുമാനം കമ്പനിക്ക് നേട്ടമാകുന്നു. ഇവിടെ കണ്ടത് സർക്കാരിൻ്റെ നിർബന്ധിത തീരുമാനം. നിലവിലെ സർക്കാർ തീരുമാന പ്രതീക്ഷകളും കമ്പനിക്ക് ഒരു ഭാവിയിലേക്ക് വളർച്ചാ സാധ്യത നൽകുന്നതാണ്. അതാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കമ്പനിയുടെ അതായത് സെയിൽസ് അറ്റാദായ കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ സമയത്ത് 62 കോടി ഉണ്ടായത് ഇപ്പോൾ 70 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ പ്ലസ് പോയിന്റ് ആഭ്യന്തര എഥനോൾ വിപണിയുടെ ഏകദേശം 60 മുതൽ 65% വരെ കമ്പനിക്ക് അവകാശപ്പെട്ടത്. അതായത് ബയോഫ്യൂവൽ സാങ്കേതിക വിദ്യയിൽ വിപണിയിലെ ഒരു നേതാവിൻ്റെ റോളാണ് കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ എഥനോൾ പരമായ ഗവൺമെൻറ്റിൻ്റെ ഏതൊരു തീരുമാനവും ഈ കമ്പനിക്ക് ഒരു നേട്ടമായിട്ട് ഭാവിക്കുന്നത്. അതുകൂടാതെ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ വീക്കിലി ചാർട്ടും നമ്മൾ നോക്കുന്നുണ്ട്, ഇൻട്രാഡേ ചാർട്ട്. അപ്പോൾ ചാർട്ടിൽ ഒരു സപ്പോർട്ട് പോയിൻ്റ് ചാർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ ഷെയർ ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് കാരണം. അപ്പോൾ നമുക്ക് വിശദമായ ഒരു പഠനത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പ്രാജ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ വ്യൂ നോക്കാം. അതായത് പ്രൈസ് 508 രൂപയുടെ ഇവിടെ പ്രൈസ് കാണുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 9344 കോടി മാർക്കറ്റ് ക്യാപ്പ്. സ്റ്റോക്ക് ബി 33.4, ROC 31%, ROE 20. വെരി ഗുഡ് ROയും വെരി ഗുഡ് ROC. അതായത് നല്ലൊരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയയുടെ വന്നിട്ടുള്ളത് കമ്പനി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കമ്പനി ഓൾമോസ്റ്റ് ഡെബിറ്റ് ഫ്രീ, അതായത് കടമില്ലാത്ത കമ്പനിയാണ്. അതുകൂടാതെ നമ്മൾ ക്വാർട്ടറിലെ റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ 62 കോടി ഉണ്ടായത് ഇപ്പോൾ കുതിച്ചു ചാടി 70ലേക്ക് മാറിയിട്ടുണ്ട് ഈ ക്വാർട്ടറിൽ, അതായത് ഡിസംബർ 23 ക്വാർട്ടർ. അതുകൊണ്ട് തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ അതായത് സെപ്റ്റംബർ 23 ക്വാർട്ടറിൽ അപ്പോഴും 62 ഉണ്ടായിട്ടുള്ളൂ. അവിടെ നിന്നും ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ട് അപ്പോൾ 2 ക്വാർട്ടറിൽ അതായത് ക്വാർട്ടർ ടു ക്വാർട്ടറും പ്രീവിയസ് ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്ലസ് പോയിന്റ് ഇതിന് നിലനിൽക്കും. ഇനി നമുക്ക് ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോവാം. എന്താണ് ചാർട്ട് എന്ത് പറയുന്നു? അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഒരു ഇൻട്രാഡേ ചാർട്ട്. പ്രാജ് ഇൻഡസ്ട്രീസിൻ്റെ ഇൻട്രാഡേ ചാർട്ട് വ്യൂ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് നോക്കുമ്പോൾ ഒരു കയറി വരുന്ന ഒരു ഏരിയ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് കയറി വന്നു. അതുകൂടാതെ ഇവിടെ കുറച്ച് ആൾ ഒരു സ്റ്റക്കായതാണ്. ഇവിടെ കുറച്ച് ആൾ ഒരു സ്റ്റക്കായി നിന്നു, ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തു. അതുകൂടാതെ ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു, പിന്നെ മുകളിലേക്ക് പോയി. പിന്നെ അതുകൂടാതെ ഇവിടെ കുറച്ച് നാൾ ഒരു 2 മാസത്തോളം ഇവിടെ ഒരു സ്റ്റക്കായി ട്രേഡ് ചെയ്തു, ഒരു നാരോ റേഞ്ച്. അത് കൂടാതെ ആ റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്തു കൃത്യം ഈ പോയിന്റിലേക്ക് ഒരു ലോങ് ലെഗ്ഡ് ക്യാൻഡിൽ വന്നു, അതായത് ഒരു 500 റേഞ്ചിലേക്ക് വന്നു. അതുകൂടാതെ വീണ്ടും അവിടെ നിന്ന് നേരെ കയറി പോയിട്ട് ഒരു 650 റേഞ്ചിൽ വന്നു, പിന്നെ താഴ്ന്നു. പിന്നെ ഇവിടെ ഒരു ടച്ച് ചെയ്തു, ഒരു 470 ആ പോയിന്റിൽ ഇവിടെ ടച്ച് ചെയ്തു, വലിയ ക്യാൻഡിലായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ 508 റേഞ്ചിൽ ആണ് ഇവിടെ ട്രേഡ് ചെയ്തിടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വഴി. ഷെയർ
പോയ വഴി. അപ്പോൾ ഈ വഴി നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന വഴി എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കൺസോളിഡേഷൻ ഈ ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൺസോളിഡേഷൻ വന്ന ഈ ഏരിയ ഇതാണ്. ഈ കൺസോളിഡേഷൻ വന്നതിൻ്റെ ഒരു ഹൈ ലെവൽ എന്ന് വെച്ചാൽ ഒരു 500-ഉം ലോ ലെവൽ എന്ന് വെച്ചാൽ ഒരു 470-ഉം ആണ് ഇതിൻ്റെ ഒരു ഹൈയും ലോ. അപ്പോൾ ഇത് 500, ഇവിടെ ഒരു ഹൈ നമുക്ക് കാണുന്നത് 500-ഉം ഇവിടെ 470-ഉമാണ് ഈ റേഞ്ച്. ഈ രണ്ട് ഹൈ ലോ ഇത് നമുക്ക് ഈ ഹൈ ലോ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇവിടെ ഹൈ ലോ വന്നത് നമ്മൾ എന്തുകൊണ്ട് ഭാവിയിലേക്ക് ഈ ഹൈ ലോ നമുക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഹൈ ലോ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ലോങ് ലെഗ്ഡ് റെഡ് ക്യാൻഡിലാണ്. കൃത്യം 500 പോയിന്റിലാണ് അതിൻ്റെ ലോ കാണിച്ചത്. അതായത് ഇവിടുത്തെ ഹൈ ഈ റേഞ്ചിൻ്റെ ഹൈയര അവിടെ ഇത് സപ്പോർട്ട് എടുത്തിട്ട് കയറി. അതാണ് ഇവിടെ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലോ നമുക്കൊന്ന് നീട്ടി വരച്ചാൽ നമുക്ക് അതിൻ്റെ വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകും. ഈ റേഞ്ചിൻ്റെ ലോ നമുക്കൊന്ന് നീട്ടി വരയ്ക്കാം. ഈ ലൈനിൻ്റെ ലോ നമ്മൾ നീട്ടി വരച്ചു. ഈ ലോ നമ്മൾ നീട്ടി വരച്ചപ്പോൾ എന്താണ് നമ്മൾ കണ്ടത്? ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറി. ഇവിടെ കൃത്യമായിട്ട് ഈ ലോയിൽ ഇത് സപ്പോർട്ട് എടുത്ത് കയറി. വലിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഈ ഹൈയർ അവിടം വരെ ഒരു ലോങ് ലെഗ്ഡ് വന്നിട്ട് ഇവിടെയും ഒരു സപ്പോർട്ട് എടുത്ത് കയറി. അപ്പോൾ ഇവിടെ റേഞ്ച് കുറച്ച് ആൾ റേഞ്ച് ടച്ച് ചെയ്ത് നിന്നു ഇവിടെ. അതിനുശേഷമാണ് ഈ ഹൈയർ അവിടെ കണ്ടത്. ഇവിടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ സപ്പോർട്ട് പിടിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഒരു ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ചാർട്ടിൽ കാണാൻ പറ്റിയ ഒരു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രാഡേ ചാർട്ട് നോക്കിയിട്ട് നമ്മൾ ഒരു എൻട്രി ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യാം. കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമ്മൾ പരിപാലിച്ചിരിക്കണം. അതായത് നമ്മൾ നോക്കിയ ആ റേഞ്ച് 470 റേഞ്ചിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ്. കാരണം അവിടെയാണ് നല്ലൊരു സപ്പോർട്ട് പോയിന്റ് കാണുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾക്കൊരു SL പോയിന്റ് എടുക്കേണ്ടത്. നമുക്കൊരു ടാർഗറ്റ് നമുക്കൊരു ഇവിടെ ഏകദേശം ഇവിടം വരെ കിട്ടും. ഒരു 600 വരെ നമുക്കൊരു ടാർഗറ്റ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് ഒരു 508 പോയിൻ്റാണ് നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 38 രൂപ നമ്മൾ ഒരു റിസ്ക് എടുക്കുന്നുണ്ട് ഇവിടെ. 38 റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രണ്ടരട്ടിയിൽ കൂടുതൽ നമുക്കിവിടെ പ്രോഫിറ്റ് ചെയ്യാൻ. അപ്പോൾ 1:2.5 ആണ് ഇതിൻ്റെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ. ഇപ്പോൾ ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ചാർട്ട് വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഇത്രയും നമുക്കൊരു റിസ്ക് ഏരിയ ഉണ്ട്. ഇവിടെ നിന്നുള്ള ഇത്രയും ഒരു റിസ്ക് ഏരിയ ഇവിടെ. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വെച്ച് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇത് നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ വീക്കിലി ചാർട്ടിൽ ലൈൻ അവിടെ കിടന്നോട്ടെ, നമുക്കത് നോക്കാം. വീക്കിലി ചാർട്ടിൽ ആ ലൈനിൻ്റെ ഉപകാരം വരുമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വീക്കിലി ചാർട്ട് എടുത്ത് വീക്കിലി ചാർട്ട് വന്നു നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ വീക്കിലി ചാർട്ടാണ് നമ്മളെ മുമ്പിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ബോക്സ് ആ റേഞ്ചും ആ ലൈനും അവിടെ തന്നെ എടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഈ ചാർട്ടിൽ കുറച്ച് ടൈം പീരീഡ് ഉള്ളു. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കുറച്ചും കൂടി കിട്ടണം ചാർട്ടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് ചാർട്ട് ഒന്നും കൂടി ടൈം പീരീഡ് ഒന്ന് ചെറുതാക്കി നോക്കാം. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒരു ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും വന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് കയറിപ്പോയത്. കണ്ട ഈ ലോങ് ലെഗ്ഡ് ഗ്രീൻ ക്യാൻഡിലാണ് കയറി പോയിട്ടുള്ളത്. ഇവിടെ കണ്ട ഗ്രീൻ ക്യാൻഡിൽ ആണ് കയറി. അപ്പോൾ ഈ കയറി പോകുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു റേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റേഞ്ച്, അതായത് ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ട്, അതായത് ഏകദേശം 1 വർഷത്തോളം ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയറാണ്. അത് ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിലോടുകൂടി ട്രേഡ് ചെയ്ത് പോയി. അതിനുശേഷം ഒരു ഇൻട്രാഡേയിൽ ചെറിയൊരു കൺസോളിഡേഷൻ ചെയ്തിട്ട് പോയി നിൽക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ഇവിടുത്തെ ഹൈ എന്ന് പറയുന്നത് നമ്മൾ നീട്ടി വരച്ച് 450 ഈ റേഞ്ചിൻ്റെ ഒരു ഹൈ വരുന്നത്. റേഞ്ചിൻ്റെ ഹൈ അതൊന്ന് നമ്മൾ നോട്ട് ചെയ്യണം. 450 റേഞ്ചിൻ്റെ ഹൈ. അപ്പോൾ ആ റേഞ്ച് നമുക്കൊരു ബോക്സിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ആ റേഞ്ച് ഓക്കെ, ഇതാണ് ആ റേഞ്ച്. ഉണ്ടോ? ഓക്കെ, ഇതാണ് ഈ റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ഹൈ എന്ന് പറയുന്നത് 450. അപ്പോൾ ഇനി
അപ്പോൾ ഇനി എങ്ങാനും ഈ സപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 470 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്ട്രോങ് സപ്പോർട്ട് ലെയിൽ വരുന്നത് 450 അപ്പോൾ ഈ 450 നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വീക്കിലി ടൈം പീരീഡ് വെച്ച് ട്രേഡ് എടുക്കുന്ന ആൾക്ക് ഇടയിൽ കുറച്ചുകൂടിയും സ്റ്റോപ്പ് ലോസ് ഒരു 20 പോയിൻറ്റും കൂടിയും സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. പക്ഷേ ടാർഗറ്റ് വരുന്നത് 600 തന്നെ ആയിരിക്കും നമുക്ക്. അപ്പോൾ അവന് ഏകദേശം 100 കറണ്ട് റേറ്റിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം വീക്കിലി വെച്ച് ട്രേഡ് എടുക്കുന്ന ആൾക്ക് 600 വെച്ച് കിട്ടുമ്പോൾ ഏകദേശം 100 രൂപ പ്രോഫിറ്റ് കിട്ടും. അവന് 50 രൂപ ഏകദേശമായിട്ട് പറയുന്നത് ലോസ് വരും. അപ്പം വീക്കിലി വെച്ച് നോക്കുന്ന ആൾക്ക് 1:2 വെച്ചിട്ടാണ് അതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത്. കാരണം ഇവിടെ ഈ റേഞ്ച് താഴ്ന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ മൊത്തം മാറും. കാരണം ഇത്രയും ഏകദേശം 1 വർഷത്തോളം ഈ റേഞ്ചിൽ കിടുന്ന ഈ ഏരിയയുടെ ഹൈയാണിത്. അപ്പോൾ ഇത് തകർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു താഴേക്ക് ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായ 450 സ്റ്റോപ്പ് ലോസ് പരിപാലിക്കാൻ പറയുക. കാരണം 450 നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ 450 നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആ ഏരിയ വീക്കിൽ വെച്ച് നോക്കുമ്പോൾ. അതുകൂടാതെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് 2 ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ഹറാമി പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ബുള്ളിഷ് ഹറാമി പാറ്റേൺ. അപ്പോൾ ബുള്ളിഷ് ഹറാമി പാറ്റേൺ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മിക്കവാറും കയറി പോകാനായിട്ട് ചാൻസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇൻട്രാഡേയും വീക്കിലിയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രാജ് ഇൻഡസ്ട്രീസിൽ കാണാൻ പറ്റിയ കാര്യങ്ങൾ. അതായത് എഥനോളിൻ്റെ ഏകദേശം നല്ലൊരു ശതമാനവും കയ്യിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്റ്റോക്കാണ്. അതുകൂടാതെ റിസൾട്ട് നമ്മൾ നോക്കിയപ്പോൾ റിസൾട്ടും നല്ല റിസൾട്ടാണ്. അതുകൂടാതെ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റിസ്ക് വളരെ കുറവായിരിക്കുന്നു, സ്റ്റോപ്പ് ലോസ് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൂടാതെ നമ്മൾ ROE ROC ഒക്കെ നോക്കിയപ്പോൾ അതും നല്ലൊരു ക്രൈറ്റീരിയയിൽ തന്നെ നിൽക്കുന്ന ഷെയറാണ്. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ മേടിക്കാനായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഞാൻ സുമേഷ്, ഷെയർ പ്രോഫിറ്റ് മാസ്റ്റർ.